ധാർമ്മികവും പവിത്രവുമായ മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമായിരുന്ന പുരാതന മാദ്രരാജ്യത്തെ രാജാവായിരുന്നു രാജാ അശ്വപതി. അദ്ദേഹത്തിന്റെ രാജ്യം സമൃദ്ധമായിരുന്നുവെങ്കിലും രാജാവിന്റെ ഹൃദയത്തിൽ ഒരു അസംതൃപ്തി നിലനിന്നിരുന്നു. നീതിമാനും ജ്ഞാനിയുമായിരുന്ന രാജ അശ്വപതിക്ക് തന്റേതെന്ന് പറയാൻ ഒരു സന്തതി ഇല്ലാതിരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖത്തിനു കാരണം. ഒടുവിൽ ഈശ്വരകൃപ തേടാൻ തീരുമാനിച്ച രാജാവ് തന്റെ തപസ് ആരംഭിച്ചു. 18 വർഷക്കാലം അദ്ദേഹം ഒരു ഋഷിയെപ്പോലെ ജീവിച്ചു. കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചു. ധ്യാനത്തിൽ മുഴുകി ബ്രഹ്മചാരിയായി ജീവിച്ച അദ്ദേഹത്തിന് മുന്നിൽ ഒരിക്കൽ ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധമായ യാഗാഗ്നിയിൽ നിന്ന് സാവിത്രി ദേവി ഉയർന്നുവന്നു. ദേവിയുടെ പ്രഭ 1000 സൂര്യന്മാരേക്കാൾ പ്രകാശമുള്ളതായിരുന്നു. രാജാവിന്റെ തപസ് പൂർണ്ണതയിലെത്തിയതായി ദേവി അരുളി ചെയ്തു. ഒപ്പം ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. രാജാവ് കൈകൾ കൂപ്പിക്കൊണ്ട് പ്രശസ്തിയോ സമ്പത്തോ ആവശ്യപ്പെട്ടില്ല. പകരം പരമ്പരാധർമ്മം നിലനിർത്താനായി ഒരു പുത്രനെ വരമായി ചോദിച്ചു. ദേവി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം രാജാവിന് 100 പുത്രന്മാരും പ്രഭാതം പോലെ പ്രകാശവതിയും പ്രായത്തിനപ്പുറം ജ്ഞാനിയുമായ ഒരു പുത്രിയും ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ചു മറഞ്ഞു. നാളുകൾക്ക് ശേഷം രാജ്ഞി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾ രാജാവിന്റെ മകൾ മാത്രമായിരുന്നില്ല, സാക്ഷാൽ സാവിത്രി ദേവിയുടെ അംശവുമായിരുന്നതിനാൽ രാജാവ് പുത്രിക്ക് സാവിത്രി എന്ന് പേരു നൽകി. കന്യകയായി വളർന്ന സാവിത്രി സൗന്ദര്യത്താലും അറിവിനാലും എല്ലാവരെയും ആകർഷിച്ചു. സാവിത്രിക്ക് എല്ലാ ഗുണങ്ങളിലുമുള്ള ഔന്നിത്യം യോഗ്യരായ രാജകുമാരന്മാരെ അവളിലേക്ക് ആകർഷിച്ചു. എങ്കിലും രാജകുമാരന്മാർക്ക് തങ്ങളുടെ യോഗ്യതയിൽ സംശയമുണ്ടായിരുന്നതിനാൽ സാവിത്രിയെ ആരും വിവാഹം കഴിക്കാൻ ധൈര്യപ്പെട്ടില്ല. അത് അവജ്ഞ കൊണ്ടായിരുന്നില്ല, പകരം വിസ്മയം കൊണ്ടായിരുന്നു. ഒരു ദിവസം രാജ അശ്വപതി സാവിത്രിയെ അവളുടെ സൗന്ദര്യത്തിനും സദ്ഗുണത്തിനും യോജിച്ച ഒരു വരനെ തന്റെ അറിവിനാൽ കണ്ടെത്താൻ ഉപദേശിച്ചു. പിതാവിന്റെ ആജ്ഞയാൽ മുതിർന്ന മന്ത്രിമാരോടൊപ്പം വിനയാന്വിതയായിക്കൊണ്ട് അവൾ പുണ്യജനങ്ങളുടെയും മുനിമാരുടെയും ആശ്രമങ്ങൾ സന്ദർശിക്കാൻ ആരംഭിച്ചു. സാവിത്രിക്ക് വേണ്ടിയിരുന്നത് രാജകീയ സമ്പത്തോ വെറും ഒരു ക്ഷത്രിയ വംശജനെയോ ആയിരുന്നില്ല. അതിനാൽ അവൾ സത്യത്തെ പിന്തുടരുന്നവരെ അന്വേഷിച്ചു നടന്നു. ദീർഘമായ അന്വേഷണത്തിനു ശേഷം സാവിത്രി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അപ്പോൾ കൊട്ടാരത്തിൽ രാജ അശ്വപതിയെ സന്ദർശിക്കാനെത്തിയ നാരദ മുനിയെ വണങ്ങിയ സാവിത്രിയുടെ മനസ്സിൽ നാടുകടത്തപ്പെട്ട ദിമത്സേനന്റെ മകനായ സത്യവാനായിരുന്നു. ഒരു ഉത്തമ ഭരണാധികാരിയായിരുന്ന ദിമത്സേനൻ രാജ്യവും കാഴ്ചയും നഷ്ടപ്പെട്ട് കുടുംബത്തോടൊപ്പം വനത്തിൽ കഴിയുകയായിരുന്നു. സത്യവാൻ ജനിച്ചത് കൊട്ടാരത്തിലായിരുന്നുവെങ്കിലും വളർന്നത് ആശ്രമങ്ങളിലായിരുന്നു. സത്യവാനെ പറ്റി സാവിത്രിയിൽ നിന്നും കേട്ടപ്പോൾ നാരദൻ അവളെ പ്രശംസിച്ചു. എങ്കിലും ഭയാനകമായ ഒരു പ്രവചനം അദ്ദേഹം വെളിപ്പെടുത്തി. അതായത് സത്യവാന് 1 വർഷം മാത്രമേ ആയുസുള്ളൂ. എന്നാൽ സാവിത്രി തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. രാജ അശ്വപതി സാവിത്രിയുടെ തീരുമാനത്തെ അംഗീകരിച്ചു. താമസിയാതെ വിവാഹം നടന്നു. സാവിത്രി രാജകീയമായ എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ആശ്രമജീവിതം സ്വീകരിച്ചു. പുതിയ ആശ്രമജീവിതത്തിൽ സാവിത്രി ഭക്തിയോടെയും വിനയത്തോടെയും സത്യവാന്റെ അച്ഛനെയും അമ്മയെയും പരിചരിച്ചു. എന്നാൽ നാരദ മഹർഷിയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. സത്യവാന്റെ അവസാന ദിനം എത്തുന്നതിനു മുൻപ് സാവിത്രി കഠിനമായ ഒരു വ്രതമനുഷ്ഠിച്ചു. ഒടുവിൽ ആ ദുരന്ത ദിനം വന്നെത്തി. പ്രഭാതവന്ദനത്തിനു ശേഷം സത്യവാൻ വിറകും ഭക്ഷണവും ശേഖരിക്കാൻ വനത്തിലേക്ക് പുറപ്പെട്ടു. ഒപ്പം സാവിത്രിയും. വിറക് ശേഖരിക്കുന്നതിനിടയിൽ സത്യവാന് കലശലായ തലവേദന അനുഭവപ്പെട്ടു. ഭയന്ന സാവിത്രി ഉടനെ ഭർത്താവിനെ മടിയിൽ കിടത്തി ശുശ്രൂഷിച്ചു. എന്നാൽ അല്പസമയത്തിനകം തന്നെ സത്യവാന് ജീവൻ നിലച്ചു. അപ്പോഴവിടെ മഞ്ഞപ്പട്ടുടുത്ത ചുവന്ന കണ്ണുകളോടും ഇരുണ്ട നിറത്തോടും കയ്യിൽ പാശവുമേന്തിയ ഒരു സുന്ദര രൂപം പ്രത്യക്ഷപ്പെട്ടു. പരിഭ്രാന്തയായ സാവിത്രി ആ ദേവനോട് ആരാണെന്നും വന്നതിന്റെ ഉദ്ദേശവും തിരക്കി. അപ്പോൾ താൻ യമദേവനാണെന്നും സത്യവാന്റെ ആയുസ് അവസാനിച്ചതിനാൽ സത്യവാന്റെ പുണ്യകർമ്മങ്ങൾ കൊണ്ടും കിങ്കരന്മാർക്ക് പകരം താൻ തന്നെ എത്തിയതാണെന്നും യമദേവൻ മറുപടി പറഞ്ഞു. ഉടനെ തന്നെ യമദേവൻ തന്റെ പാശത്തിൽ സത്യവാന്റെ ജീവനെ ബന്ധിച്ച് പിതൃലോകത്തേക്ക് യാത്ര തുടങ്ങി. എന്നാൽ സാവിത്രി യമദേവനെ പിന്തുടരാൻ തീരുമാനിച്ചു. തന്നെ അനുഗമിക്കുന്ന സാവിത്രിയെ തിരികെ അയക്കാൻ യമദേവൻ ശ്രമിച്ചുവെങ്കിലും അവൾ തന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പോകുന്ന വഴിയിൽ സാവിത്രി കടമ, ധർമ്മം, നീതി തുടങ്ങിയവയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. സാവിത്രിയുടെ ജ്ഞാനത്തിലും ഭർത്താവിനോടുള്ള അചഞ്ചലമായ ഭക്തിയിലും ആകൃഷ്ടനായ യമൻ അവൾക്ക് ഭർത്താവിന്റെ ജീവനൊഴിച്ച് വേറെന്തും വരമായി ചോദിക്കാൻ അവസരം കൊടുത്തു. ആദ്യത്തെ തവണ സാവിത്രി തന്റെ ഭർത്തൃപിതാവിന് നഷ്ടമായ കാഴ്ച തിരികെ ലഭിക്കണമെന്ന വരം ആവശ്യപ്പെട്ടു. യമദേവൻ അത് അനുഗ്രഹിച്ചു നൽകി. എന്നാൽ സാവിത്രി വീണ്ടും യമദേവനെ അനുഗമിച്ചു. സാവിത്രി തിരികെ പോകുന്നില്ല എന്ന് കണ്ട യമദേവൻ രണ്ടാമതും ഭർത്താവിന്റെ ജീവനൊഴികെ മറ്റൊരു വരം ചോദിക്കാൻ സാവിത്രിയോട് ആവശ്യപ്പെട്ടു. സാവിത്രി തന്റെ ഭർത്തൃപിതാവിന് നഷ്ടമായ രാജ്യം വരമായി ചോദിച്ചു.
യമദേവൻ അത് വരമായി നൽകി. എന്നാൽ സാവിത്രി സത്യവാനെ പിരിയാൻ തയ്യാറാകാതെ യമദേവനെ പിന്തുടർന്നു. യമദേവൻ മൂന്നാമതും വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. സാവിത്രി തന്റെ അച്ഛനായ അശ്വപതിക്ക് 100 പുത്രന്മാർ പരമ്പര നിലനിർത്താൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. യമദേവൻ അത് നൽകി അനുഗ്രഹിച്ചു. എന്നിരുന്നാലും സാവിത്രി യമദേവനെ അനുഗമിച്ചു. യമദേവൻ അവൾക്ക് 4മതൊരു വരം കൂടി നൽകി. 4മതായി സാവിത്രി തനിക്ക് സത്യവാനിൽ 100 പുത്രന്മാർ ഉണ്ടാകണമെന്ന വരം ആവശ്യപ്പെട്ടു. യമദേവൻ അത് വരമായി നൽകി. ശേഷം യമദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. സത്യവാനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ അവസാന വരം പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലായ യമദേവൻ സാവിത്രിയുടെ സാമർഥ്യത്തെ അഭിനന്ദിച്ചു. ഒപ്പം സത്യവാന്റെ ആത്മാവിനെ തന്റെ പാശത്തിൽ നിന്ന് മോചിപ്പിക്കുകയും 400 വർഷത്തെ ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ശേഷം യമദേവൻ അപ്രത്യക്ഷനായി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം സത്യവാൻ ഒരു ഗാഠനിദ്രയിൽ നിന്നെന്ന പോലെ ഉണർന്നു വന്നു. സാവിത്രിയും സത്യവാനും ആശ്രമത്തിലേക്ക് മടങ്ങി. കാഴ്ച തിരികെ ലഭിച്ച ദിമത്സേനൻ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. താമസിയാതെ സത്യവാന്റെ രാജ്യം തിരികെ ലഭിക്കുകയുണ്ടായി. കാലം കടന്നുപോയപ്പോൾ സാവിത്രിക്ക് 100 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ ഭക്തി, ബുദ്ധി, അചഞ്ചലമായ ഇച്ഛാശക്തി എന്നിവയിലൂടെ സാവിത്രി വിധിയെ തന്നെ ജയിച്ചു. ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആന്തരിക ശക്തിയുടെയും കാലാതീതമായ തെളിവായി സത്യവാൻ സാവിത്രിയുടെ കഥ ഇന്നും നിലനിൽക്കുന്നു.